ഇന്നത്തെ വീഡിയോയിൽ ആദ്യമേ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത ഷെയർ ചെയ്യാനുള്ളത് നമ്മളുടെ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്ന നമ്മളുടെ തേജാസിൻ്റെ എൻജിൻ നമുക്ക് 99 എൻജിൻ റിസീവ് ആയിരിക്കുകയാണ്. GE കമ്പനിയിൽ നിന്നും 99 എൻജിൻ ഡെലിവേർഡ് ആയിട്ടുണ്ട്. 25-26 ദിവസങ്ങളിലാണ് ഇത് ഡെലിവറി ആയത്. ഇത് തികച്ചും സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം ഇതുവരെ HALനെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് ആയിക്കോട്ടെ, അപ്പോൾ ഇതുപോലെ ഇനിയിപ്പം HALനാണ് ചാലഞ്ച്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചീഫ് പറഞ്ഞിരുന്നത് ഇഞ്ചിൻ മാത്രമല്ല പ്രശ്നം എന്നാണ്. അപ്പം ഇനി ഇഞ്ചിൻ മാത്രമായിരുന്നു പ്രശ്നം എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട ചുമതല ഇനി HALനാണ്. ഇനി HAL അത് പ്രൂവ് ചെയ്യണം. അതായത് ഇഞ്ചിൻ മാത്രമായിരുന്നു പ്രശ്നം. ഇപ്പൊ ഇഞ്ചിൻ വന്നല്ലോ, ഇനിയിപ്പോ 99 ഫ്ലൈറ്റ് ഇപ്പോൾ ഉടനെ തന്നെ അടിച്ച് പുറത്തോട്ട് ഇറക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സിംഗിൾ എഞ്ചിൻ ലൈറ്റ് വെയിറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 99 എയർക്രാഫ്റ്റുകൾ നമുക്ക് റെഡിയാകാനുള്ള സാധ്യത ഇതാ നമ്മളുടെ മുറ്റത്ത് തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. HAL F404IN20 എന്നാണ് ഈ ഒരു എഞ്ചിന്റെ കാറ്റഗറി എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് ഏതാണ്ട് മൊത്തത്തിൽ 20,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു പ്രോജക്റ്റുമായിട്ടാണ് ഇന്ത്യ HALന് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും 99 എണ്ണം നമുക്ക് ഉടനെ തന്നെ റെഡിയാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ HALന്റെ ആ ഒരു എഫിഷ്യൻസി തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഇറാൻ അവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ ഗോഡൌൺ സ്റ്റോറേജ് ഓപ്പൺ ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഡിസ്പ്ലേ എന്ന് വെച്ചാൽ അവരുടെ ഒരു ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിന്റെ ഉള്ളിൽ ഒരു വണ്ടിയുമായിട്ട് കടന്നു കയറി പോയത്. കുറെ ഫോട്ടോസൊക്കെ വെളിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് അറബ് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഗാസയുടെ ഉള്ളിൽ പലസ്തീൻ ക്രോണിക്കിൾ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇറാന്റെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതിനെ പൊലിപ്പിച്ച് നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഈ അമേരിക്ക ഇങ്ങനെ യുദ്ധമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളും അത്ര ഒട്ടും മോശപ്പെട്ട ആൾക്കാരല്ല, ഞങ്ങളിടത്തും ഇത്രമാത്രം സാധനങ്ങളുണ്ട് എന്നുള്ളത് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതെല്ലാം ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആണല്ലോ. ഞങ്ങളുടെ അടുത്ത് ഇതുണ്ട്, അതുണ്ട്, ഞങ്ങളുടെ ഇന്ന സാധനം ഉണ്ടെന്നൊക്കെ കാണിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു ഡിസ്പ്ലേക്ക് വെച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു ഫിയർ ഫാക്ടറിൽ വന്ന ഡിസ്പ്ലേ ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ എത്രത്തോളം വാചകം അടിച്ചാലും നല്ല രീതിയിൽ വീരവാദം അടിച്ചു നിന്നാലും ഉള്ളിലൊരു പേടിയുണ്ടല്ലോ. ആ പേടി കൊണ്ട് മാത്രമാണ് ഈ വക കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ട സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ പേടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ വേറെ യാതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. ഇപ്പൊ അമേരിക്ക പോലത്തെ രാജ്യങ്ങളൊന്നും ഇങ്ങനെ ഒരിക്കലും ഒരു ഡിസ്പ്ലേ ഒന്നും തുടർന്ന് ഇങ്ങനെ കാണിക്കാറില്ല. ഞങ്ങളത് ഇത്ര ബോംബുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, അങ്ങനെ ചെയ്യത്തില്ല. ഒരു രാജ്യങ്ങളും ചെയ്യത്തില്ല. റഷ്യ ചെയ്യാറില്ല. കാര്യം അവരുടെ അടുത്ത് ഉണ്ടെന്നേ, അവരുടെ അടുത്ത് ഉണ്ട്, അവർക്ക് അടിക്കാൻ കഴിയും. ഇത് ഇല്ലാത്തവനാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തുറന്ന് കാണിക്കുന്നത്. ഇത് എനിക്ക് എൻ്റെ അടുത്ത് ഇന്ന എത്ര മിസൈൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരു യുദ്ധം തടയാൻ വേണ്ടിയിട്ടും ഇത് ദ അതർ വേ ഓഫ് കാലിൽ വീഴൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ മാരകമായ റെയ്ഡ്. അവിടെ നടത്തുന്ന പെട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നിസ്സാര പെട്രോളിംഗ് അല്ല. ഇസ്രായേലിന്റെ IDFനെ അവിടെ എതിർത്ത് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അവരൊക്കെ കൺഫ്രണ്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ തീവ്രവാദികൾ ഒരുപാടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതിലുപരിയായിട്ട് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നിന്ന് ഇസ്രായേൽ ഒരുപാട് ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതൊരു ക്വിക്ക് മൊമെന്റ് ആയിട്ടാണ് ഇപ്പം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും ഒഴിപ്പിച്ച രീതിയിലുള്ള ഒരു മെത്തേഡല്ല ഒഴിപ്പിക്കുന്നത്. ഇപ്പം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഒഴിപ്പിക്കുന്നത്. അതാണ് ഇപ്പൊ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗാസയ്ക്കുള്ളിൽ വെള്ളത്തിന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. വെള്ളം അളന്ന് കുറിച്ച് വണ്ടിയിൽ കൊണ്ട് ടാങ്കറിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ അവിടെ ഉള്ളത് നിലവിൽ. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതിലും ഇപ്പൊ തന്നെ വെള്ളത്തിലൂടെ പല രീതിയിലുള്ള അസുഖങ്ങളാണ് അവിടെ പകരുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഡയറിയ ഉണ്ട്. അതുപോലെ തന്നെ ഡയറിയ, സ്കാബീസ്, അതേപോലെ തന്നെ ജോണ്ടിസ്, ഇത്തരം രോഗങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ പകർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഗാസയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും ഒരു യുദ്ധമുഖമാണത്. ഗാസ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു യുദ്ധഭൂമിയാണ്. അപ്പൊ ആ യുദ്ധഭൂമിയിൽ തീർച്ചയായിട്ടും ഇമാതിരിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് നല്ല സ്ഥലത്തേക്ക് മാറിപ്പോയി താമസിക്കൂ എന്നൊക്കെ പറയുന്നത്. ആൾക്കാർ ഓഫർ ചെയ്യുന്നത് ഇപ്പൊ അമേരിക്ക ആയിക്കോട്ടെ, ഈജിപ്റ്റ് ആയിക്കോട്ടെ, ജോർദാൻ ആയിക്കോട്ടെ, അവരൊക്കെ ബെറ്റർ ഹൗസിംഗ് ആണ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണം. പോയി അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ഉണ്ടാവും, അവിടെ നല്ല സ്കൂളുകൾ ഉണ്ടാവും, കുട്ടികളെ പഠിപ്പിക്കാം. ഈ രീതിയിലുള്ള ഫണ്ടമെന്റലിസം ഒക്കെ ഒഴിവാക്കിയിട്ട് അവർക്ക് വളരെ മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റും. ഇല്ല, ഞാൻ ജനിച്ച സ്ഥലം എന്റെ നാടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർന്നും ഇതേപോലുള്ള ദുരന്തങ്ങൾ തന്നെയായിരിക്കും ഏറ്റുവാങ്ങേണ്ടി വരിക. കാരണം ഈ ഹമാസ് ഇവരെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഈ തീവ്രവാദികളുടെ ഈ ഒരു ബ്രദർഹുഡ് ഐഡിയോളജി ഉള്ളിടത്തോളം കാലം ഗാസക്കാർക്ക് അവിടെ സമാധാനമായിട്ട് കുറച്ചു പേരെങ്കിലും മാന്യമായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്നെങ്കിൽ അവർക്ക് അത് പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ജപ്പാന്റെ സപ്പോർട്ടോടുകൂടി ഇന്ത്യ, സൗത്ത് കൊറിയ 3 രാജ്യങ്ങളും കൂടെ ചേർന്ന് ഇൻഡോ പസഫിക് റീജിയനിൽ
ഒരു നേവൽ എക്സസൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ തന്നെ അത് നടക്കുന്നതായിരിക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പീറ്റർ ഹെഗ്സെത്ത് ഫിലിപ്പൈൻസ് സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ജപ്പാനിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഫിലിപ്പൈൻസിലുണ്ടായിരുന്നു, ഇന്നലെ ജപ്പാനിലുണ്ടായിരുന്നു. അപ്പൊ ജപ്പാനിൽ പീറ്റർ ഹെഗ്സെത്ത് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോർഡിനേഷൻ, ഈ ഒരു നേവൽ എക്സസൈസ് ഇൻഡോ പസഫിക്കിൽ തീരുമാനിക്കപ്പെട്ടത്. അപ്പൊ തീർച്ചയായിട്ടും ക്വാഡിന്റെ മെമ്പർ ആയിട്ടുള്ള ഇന്ത്യ ഒരിക്കലും ഡിനൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. അവിടെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ താല്പര്യം കൂടി തന്നെയാണ് ഇൻഡോ പസഫിക്കിൽ നേവൽ എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. കാര്യം ചൈനയെ നമ്മൾ എന്തായാലും കൗണ്ടർ ചെയ്തേ പറ്റൂ. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രശ്നം ഈ LAC എന്ന് പറഞ്ഞ ആ ബോർഡറിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഒരുപാട് മേഖലകളുണ്ട്. അവര് കശ്മീരിൽ ഉൾപ്പെടെ സ്ഥലം കയറി പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിലുപരിയായിട്ട് ഇപ്പുറത്ത് അക്സായ് ചിൻ അവരുടെ കയ്യിലിരിപ്പുണ്ട്. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാല് പലരും പല രീതിയിൽ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ നല്ല രീതിയിൽ സുഹൃത്തുക്കളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് മുന്നോട്ട് പോകും, ഇന്ത്യ, റഷ്യ, ചൈന എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുമായിട്ട് നമുക്കുള്ള പ്രശ്നങ്ങൾ ഒരുപാട് രൂക്ഷമാണ്. അതങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ വിട്ടു തള്ളിയിട്ട് ചൈനയുമായിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഒത്തുചേർന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. ജിയോ പൊളിറ്റിക്സിൽ കേസ് ടു കേസ് ആണ്. ചില വിഷയങ്ങളിൽ നമുക്കും കൂടെ ബെനിഫിറ്റ് കിട്ടുന്ന വിഷയങ്ങളിൽ ചൈനയുമായിട്ട് നമ്മൾ സഹകരിക്കും. ചൈനയ്ക്കും അതേ നിലപാട് തന്നെയാണ്. അതല്ലാതെ ഒരിക്കലും അവര് നമ്മുടെ അടുത്ത് ഒരു ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ ഇസ്രായേലിനെ പോലെയോ അല്ലെങ്കിൽ റഷ്യയെ പോലെയോ അല്ലെങ്കിൽ ഫിലിപ്പൈൻസിലെ പോലെയോ ഈ രീതിയിലുള്ള ഒരു ഓപ്പൺ മൈൻഡോട് കൂടി നമ്മുടെ അടുത്ത് ഒരു റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമല്ല ചൈന. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട്, വളരെ കോഷ്യസ് ആയിട്ട് വേണം ചൈനയുമായിട്ട് ഇടപെടാൻ. കാരണം അവരുമായിട്ട് നമുക്ക് വേറെ ഒരുപാട് മേഖലകളിൽ പ്രശ്നമുണ്ട്. അതിപ്പോ ഞാൻ A to Z എണ്ണി പറയുന്നില്ല, ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഭൂട്ടാൻ മേഖലയിൽ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ അവർ ഇപ്പോഴും കൈലാസ് മാനസരോവറിൽ ഇപ്പോഴും അവരുടെ പെർമിഷന് വേണ്ടി നമ്മൾ യാചിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ്. അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതേപോലെ കശ്മീർ മേഖലയിൽ അവർ ഈ സീപക് കോറിഡോർ ഇട്ടിരിക്കുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞ ഇന്ത്യക്ക് അവകാശപ്പെട്ട സ്ഥലത്തിലൂടെയാണ് റോഡ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ പെർമിഷൻ അവർ ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുമാതിരിയുള്ള പല പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ചൈനയുടെ കൂടെ ഇരുന്ന് ഒരു ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപാട് കോംപ്ലക്സിറ്റി ഉള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ചൈനയുമായിട്ട് ഇതേ നിലയിലുള്ള ഒരു ബന്ധമാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിനക്ക് വേണമെങ്കിൽ എനിക്കും വേണം, എന്ത് വിഷയത്തിലാണ് വേണമെന്ന് അതേ വിഷയത്തിലാണ് എനിക്ക് വേണ്ടത്. അതിലുപരിയായിട്ട് അഡീഷണൽ ആയിട്ട് നമ്മളൊന്നും ഒരു ഫേവറും ചൈനയ്ക്ക് ചെയ്യാത്തത് അതുകൊണ്ട് തന്നെയാണ്. ചൈനീസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ്സിലൊക്കെ. പക്ഷേ ഇതാണ് അതിന്റെ റിയാലിറ്റി, യാഥാർത്ഥ്യം ഇതാണ്. ചൈനയ്ക്കെതിരെ ഇൻഡോ പസഫിക്കിൽ അമേരിക്ക നടത്തുന്ന ഏതൊരു നേവൽ എക്സസൈസ് ആയിക്കോട്ടെ, മിലിറ്ററി എക്സസൈസ് ആയിക്കോട്ടെ, അതിൽ ഇന്ത്യ പങ്കെടുക്കും, അത് ഉറപ്പാണ്. ഇന്ത്യ സ്ക്വാഡിലും കൂടെ മെമ്പർ ആവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബംഗ്ലാദേശിലെ യൂനസ് ഇല്ലേ, മിസ്റ്റർ യൂനസ് 4 ദിവസത്തെ വിദേശ പര്യടനം എവിടേക്കാണെന്ന് പറഞ്ഞാൽ ചൈനയിലേക്കാണ്. ചൈനയിലേക്ക് 4 ദിവസത്തെ വിദേശ പര്യടനത്തിന് പോയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എന്ത് തരത്തിലുള്ള മാറ്റം സൃഷ്ടിക്കാൻ പോകും നമുക്കറിയത്തില്ല. തീർച്ചയായിട്ടും പൈസ കടം മേടിക്കാൻ തന്നെയായിരിക്കും പോകുന്നത്. ഇത്രയും നാളും അമേരിക്ക ഒരു സൈഡിൽ എങ്ങനെയെങ്കിലൊക്കെ സപ്പോർട്ട് മേടിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അമേരിക്കയുടെ റെജീം ചേഞ്ച് വന്നു. അമേരിക്കയുടെ ഭാഗത്ത് ട്രംപിന്റെ സൈഡിൽ നിന്ന് ഒരു രീതിയിലുള്ള നീക്കുപോക്കുകൾ നടക്കാത്തതുകൊണ്ട് തന്നെ 5ന്റെ പൈസയ്ക്ക് വകുപ്പില്ല ഇപ്പം. അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയെങ്കിലും ചൈനയ്ക്ക് പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് നോക്കുന്നത്. ചൈന ഇപ്പൊ പൈസ കൊടുപ്പൊക്കെ കുറെയൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പൈസയായിട്ട് കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ എന്തെങ്കിലും ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ നക്കാപ്പിച്ചൊക്കെ കൊടുത്തേക്കാം. ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉള്ള പ്ലാസ്റ്റിക് മാലിന്യം മൊത്തം കൊണ്ട് ഇനി ബംഗ്ലാദേശിൽ നിറയ്ക്കും. ഇതേപോലെ ഫ്രീ ട്രേഡ് വെച്ചിട്ടാണ് ഈ ഈസ്റ്റ് ഏഷ്യയിൽ കിടക്കുന്ന രാജ്യങ്ങൾ മൊത്തം, തായ്ലാന്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ് അവരൊരു പരിധി വരെ ഇതൊക്കെ നിർത്തിയത്. അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ ഇനി ബംഗ്ലാദേശാണ് അടുത്ത ഇരയായിട്ട് മാറാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ യൂനസ് പോയിട്ട് വരട്ടെ, വന്നിട്ട് അതിന്റെ ഡെവലപ്മെന്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. I2A, ഇന്ത്യ ടു അമേരിക്ക, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് ഇന്ത്യയിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലോട്ട് കയറ്റി അയക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ഒരു പ്രോജക്റ്റ് എന്തിനാണെന്ന് പറഞ്ഞാൽ ഡ്യുവൽ യൂസേജ് പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് ചെയ്ത് അമേരിക്കയിലോട്ട് കയറ്റി അയക്കുക എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടും അമേരിക്കയുടെ സിവിൽ പ്രോഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യുവൽ യൂസേജ് ഗുഡ്സ് മാനുഫാക്ചറിങ് ചെയ്യാനുള്ള പെർമിഷനാണ് ഇന്ത്യക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ കമ്പനികൾക്ക്, ഇന്ത്യയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോജക്റ്റുമായിട്ട് ടൈപ്പ് വെച്ചുള്ള കമ്പനികൾക്ക് ഡ്യുവൽ ഗുഡ്സുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അമേരിക്കയിലോട്ടാണ് കയറ്റി അയക്കുന്നത്, വേറെ എവിടെയും കയറ്റി അയക്കാൻ പറ്റില്ല. ഇത് അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമുള്ള പ്രോജക്റ്റ് ആണ്. ഇത് ശരിക്കും ബോൺ വി എന്നാണ് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്താണ് ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങൾ, കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിൽ എന്താണ് ലക്ഷ്യമിടുന്നത്, ഇതിന് എന്തൊക്കെ പ്രോഫിറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് റീയൂസബിൾ മീഡിയം ലിഫ്റ്റ് റോക്കറ്റ് വരെ ഇതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള പല പ്രോഡക്റ്റുകൾ ഇതിനകത്ത് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ പറഞ്ഞല്ലോ സിവിൽ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യുവൽ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാനുള്ള പെർമിഷനാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ
അത് ട്രസ്റ്റ് വർത്തിയായിട്ട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ, കാരണം അമേരിക്കയുടെ ഡിഫൻസുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡ്യുവൽ പ്രോഡക്റ്റുകൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാതിരിക്കാനും മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇവിടുന്ന് ചോർന്നു പോകാതിരിക്കാനുള്ള കംപ്ലീറ്റ് സെക്യൂരിറ്റി ഇന്ത്യ ഉറപ്പുവരുത്തണം. വളരെ സെക്യൂരിറ്റി വേണ്ട ഒരു മേഖലയാണ്. അപ്പൊ അതുകൊണ്ട് വാരിക്കോരി മറ്റ് SMEസിനൊക്കെ ഇങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ കൊടുത്ത് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് അങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയ്ക്ക് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലയർ ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇതിൽ നല്ലൊരു റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എന്തായാലും വളരെ നല്ല പ്രോജക്റ്റ് ആണ്. അപ്പൊ എന്തായാലും ഇന്ത്യക്ക് കിട്ടിയത് നല്ലതാണ്. അപ്പൊ കുറച്ചുകൂടെ ജോലി സാധ്യത ഇവിടെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാണിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാല് ബൂട്ടാണ്. ഈ ബൂട്ട് റഷ്യയിലെ സോൾജേഴ്സ് ഉപയോഗിക്കുന്ന ബൂട്ടാണ്. ഈ ബൂട്ട് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്, ബീഹാറിലാണ് ഈ ബൂട്ട് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ മേഡ് ഇൻ ബീഹാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ രീതിയിൽ ഈ ഒരു ബൂട്ട് ഇപ്പം ഒരു ഗ്ലോബൽ അറ്റൻഷൻ നേടിയിരിക്കുകയാണ്. കാരണം റഷ്യൻ സോൾജേഴ്സ് യൂസ് ചെയ്തിരിക്കും, എൻറ്റയർ റഷ്യൻ സോൾജേഴ്സ് ഈ ഒരു ഉക്രൈൻ യുദ്ധത്തിൽ ഉടനീളം ഉപയോഗിച്ചിരുന്നത് ഈ ബൂട്ടാണ്. ഇതും ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ്. ഇതിനകത്ത് റഷ്യൻ സോൾജേഴ്സ് ഉപയോഗിച്ചു എന്നുള്ളതിലുപരിയായിട്ട് ഇത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ഇന്ത്യയുടെ ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്ത്യയുടെ പ്രോഡക്റ്റ് ആണ്, അല്ലാതെ റഷ്യക്ക് ബൂട്ട് കൊടുത്ത് ഉക്രൈനെ അടിച്ചെന്ന് വിചാരിക്കില്ല. ഹമാസ് അവസാനത്തെ അടവും എടുത്തിരിക്കുകയാണ്. ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇനി ബാക്കിയുള്ള ബന്ദികളെല്ലാം ഇനി പെട്ടിയിലേ വരുള്ളൂ, ഇനി ജീവനോടെ വരുന്ന കാര്യം വളരെ ഡൗട്ട്ഫുൾ ആണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഇസ്രായേലിന്റെ ആക്രമണം അത്ര ശക്തമായിട്ട് ഹമാസിന് കൊള്ളുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രീതിയിൽ വേദനയോടുകൂടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും മനസ്സിലാക്കാനില്ല. തീർച്ചയായിട്ടും ഇപ്പൊ ഈ ബാക്കിയിരിക്കുന്ന ബന്ദികൾ മാത്രമല്ലല്ലോ, ഇനിയും എത്രയോ ബന്ദികൾ അവരുടെ കയ്യിൽ ഈ പെട്ടിയിൽ തന്നെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് വലിയ ആശ്ചര്യപ്പെടുന്ന രീതിയിലുള്ള വലിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഹമാസിന്റെ കയ്യിൽ ഇത് പോയി കഴിഞ്ഞാൽ, ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദിയല്ലേ, പിന്നെ ജീവനോടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ചാലഞ്ചാണ്. അതാ ഇരിക്കുന്ന വ്യക്തികളുടെ, ജീവനോടെ ഇരിക്കുന്ന വ്യക്തികളുടെ മനസാന്നിധ്യവും അവരുടെ ഒരു റെസിലിയൻസ് പവറും അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വി ഹാവ് ടു അപ്രീഷിയേറ്റ് ദംസെൽസ്, നോട്ട് വിത്ത് ഹമാസ്. ഹമാസിനെ നമ്മൾ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ആ ജീവനോടെ ജീവിച്ചിരുന്ന ആൾക്കാരില്ലേ, അവരുടെ ഒരു റെസിലിയന്റ് പവർ, അതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അമേരിക്ക വീണ്ടും ഫ്രഷ് അറ്റാക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അമേരിക്ക വീണ്ടും പുതിയ ഫ്രഷ് ആക്രമണം ഹൂത്തികൾക്ക് മേലിൽ തുടങ്ങിയിരിക്കുകയാണ്. നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള ആക്രമണമാണ്. 2 എയർക്രാഫ്റ്റ് കരിയർ ഫ്ലീറ്റുകളിൽ നിന്ന് ഒരുപോലെയാണ് ആക്രമണം നടക്കുന്നത്. ഹൂത്തികൾ ഇനി കണ്ണു തുറക്കുന്നതിനെ ഞാൻ കാണിക്കുന്നില്ലേ ഒരു ഇമേജ്, ഈ ഇമേജിൽ കാണുന്ന രീതിയിലുള്ള പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിട ഇടിപാടുകളുടെ ഇടയിൽ നിന്നായിരിക്കും കണ്ണു തുറക്കുന്നത്. കാര്യം ആ രീതിയിലാണ് റിന്യൂവ്ഡ്, ആ രീതിയിലാണ് ആ രീതിയിലാണ് അമേരിക്കയുടെ ആക്രമണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വിഷയം നമ്മൾ നോക്കുന്നത് തുർക്കിയാണ്. തുർക്കിയിൽ ഇപ്പോഴും പ്രതിഷേധങ്ങൾ ഒരു രീതിയിലും കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോഴും ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുകയാണ്. 55-ലധികം സിറ്റികളിൽ ഈ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ, എയർലൈൻസ് ഒക്കെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. തുർക്കിക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ വാണിംഗ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വിഷയം തയ്യബ് എർദോഗന്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വിഷയമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാര്യം ഇത് കൈവിട്ട് പോയി കഴിഞ്ഞു. തയ്യബ് എർദോഗന് മിക്കവാറും ഒരു ഇലക്ഷൻ വെച്ചിട്ട് ആൾക്ക് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സ്വമേധയാ രാജിവെച്ചിട്ട് പുതിയ ഇലക്ഷനിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. കാരണം ഈ ഒരു എർദോഗന്റെ ആ ഒരു ഓട്ടോമൻ എംപറർ എന്ന് പറഞ്ഞ ഒരു സ്വപ്നം ഈ ഒരു വ്യക്തിയുടെ അറസ്റ്റോടുകൂടി അതിനൊരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കയും റഷ്യയും സൗദിയിൽ വെച്ച് സംസാരിച്ച ചർച്ചയിൽ ബ്ലാക്ക് സീയുടെ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രെയിൻ ഡീൽ എന്ന് പറഞ്ഞൊരു ഡീൽ ഉണ്ടായിരുന്നല്ലോ, ആ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാക്ക് സീയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സ്മൂത്ത് ആക്കി തരാമെന്ന് പറഞ്ഞ് റഷ്യ സമ്മതിച്ചിട്ടുണ്ട്. അതിന് റഷ്യ ചോദിച്ച ഒരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാങ്ഷൻസ് എടുത്ത് മാറ്റണം എന്നാണ്. അപ്പൊ അതിന് അമേരിക്ക പാർഷ്യലി തയ്യാറും തന്നെയാണ്. അമേരിക്കയും റഷ്യയും സംസാരിക്കുമ്പോഴത്തേക്ക് എപ്പോഴും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് എപ്പോഴും ഇടയ്ക്ക് കയറി വരുന്നത് സെലൻസ്കിയാണ്. കാരണം സെലൻസ്കിയുടെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയയെ കുറിച്ചാണല്ലോ ചർച്ച നടക്കുന്നത്. ഇപ്പം പുടിനും ട്രംപും തന്നെ ചർച്ച നടത്തുന്നെങ്കിലും അതിന്റെ ഒരു മെയിൻ പാർട്ട് കോർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഉക്രൈനാണ്. അപ്പൊ ഉക്രൈനാണ് ഈ ഒരു ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഉക്രൈനിൽ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഗോതമ്പൊക്കെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സീയിലൂടെ കടന്നു പോകേണ്ടത് ഉക്രൈന്റെയും കൂടെ ആവശ്യമാണ്. പക്ഷേ സെലൻസ്കി അതിനെ നിരുപാധികം തള്ളിക്കൊണ്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ബ്ലാക്ക് സീയുടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഉക്രൈനേക്കാളും ഏറ്റവും കൂടുതൽ അത്യാവശ്യം റഷ്യക്കാണ്, അല്ലാതെ അത് ഉക്രൈനല്ല. അവർ തമ്മിൽ അത് ബ്ലാക്ക് സീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീസ് ഫയർ, ഈ ബ്ലാക്ക് സീ ട്രാൻസ്പോർട്ടേഷൻ എടുത്തുകൊണ്ട് സീസ് ഫയർ ഡീലിലേക്ക് കൊണ്ട് മെർജ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പക്ഷേ ഇനിയൊരു സൈഡുണ്ട്.
ഈ യുക്രൈനിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഈ റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്ന റീജിയൻസ് ഒക്കെ റിലീസ് ചെയ്ത് വിട്ടാൽ മാത്രമേ അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലാൻഡ് റൂട്ടേ ഉള്ളൂ. ലാൻഡ് റൂട്ട് അപ്പുറത്ത് റൊമാനിയ ത്രൂ ആ രീതിയിലൊക്കെ പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് സീയുടെ റൂട്ട് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇപ്പൊ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പൊ ഇതിനെ ചൊല്ലി റഷ്യ ഈ ഒരു ബ്ലാക്ക് സീയിലെ റൂട്ട് വളരെ ഫ്രീ ആയിട്ട് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഉൾപ്പെടെയുള്ള ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ സാങ്ഷൻസ് എങ്കിലും എടുത്തു മാറ്റേണ്ടി വരും. ആ തടസ്സങ്ങൾ നീക്കി കൊടുത്താൽ മാത്രമേ ബ്ലാക്ക് സീയുടെ ട്രാൻസ്പോർട്ടേഷൻ റൂട്ട് ഒന്ന് സ്മൂത്ത് ആവുള്ളൂ. പാർഷ്യൽ സീസ് ഫയർ 25-ാം തീയതി മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പാർഷ്യൽ സീസ് ഫയർ, ഈ പാർഷ്യൽ സീസ് ഫയർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, എനർജിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ 18-ാം തീയതിക്ക് ശേഷം റഷ്യ 8 എനർജി മേഖലകൾ ഉക്രൈന്റെ ഉള്ളിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉക്രൈൻ തന്നെയാണ് വിളിച്ചു പറയുന്നത്. തികച്ചും ഉക്രൈനും റഷ്യയുടെ ഉള്ളിൽ ആക്രമിച്ചിട്ടുണ്ട്, എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ ആക്രമിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡാമേജസ് ഒക്കെ ഇതേപോലെ തന്നെയാണ്, നികത്താൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് വർഷങ്ങളെടുത്ത് റിപ്പയറിങ്ങിനൊക്കെ പോകേണ്ട ഡാമേജുകളാണ് എണ്ണപ്പാടങ്ങളിലൊക്കെ വരുത്തി വെച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് ഡ്രോൺ അറ്റാക്ക് ആണ്. അപ്പൊ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ബ്ലെയിം ഒക്കെ ഉണ്ട്. എന്തായാലും 25-ാം തീയതി മുതൽ ഈ ഒരു പാർഷ്യൽ സീസ് ഫയർ നിലവിൽ വന്നതായിട്ട് സെലൻസ്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ മാക്രോണും സ്റ്റാർമറും കുത്തിത്തിരിപ്പുണ്ടാക്കി ഇതെങ്ങാനും വീണ്ടും ഈ ഒരു സീസ് ഫയർ പൊളിക്കാൻ, ഈ ഒരു പാർഷ്യൽ സീസ് ഫയർ പൊളിച്ചിട്ട് ഒന്നുമല്ലാതെ ആക്കി കൊടുക്കാതിരുന്നാൽ മതി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.